ചാണകപ്പൊടി ഇട്ടു. അതിൻ്റെ മുകളിൽ അവിടെ കമൻറ്റ് വേറെ പറയുന്നുണ്ട്. ചന്ദ്രേട്ടൻ്റെ കമൻട്രി ഉണ്ട്. 250 ഗ്രാം എല്ലുപൊടിയാണ് നമുക്ക് ആവശ്യം. നമ്മൾ വിചാരിക്കുന്നത് ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇത് ഉണ്ടായിട്ട് കാര്യമില്ല. 1 കിലോ ചേനയ്ക്ക് ഇതാ, ഇത് നമ്മൾ പൊതടുകയാണ്. എൻ്റെ മോൻ വീഡിയോ പിടിക്കുന്നതൊക്കെ ശരിയാകുന്നുണ്ടോ എന്ന് ആർക്കറിയാം. പൊതട്ടു. ഇതാണ് നമ്മുടെ കൃഷി രീതി. നല്ല ചപ്പ് എന്ന് പറഞ്ഞാൽ അസല് മാവിൻ്റെ പോലാണ് നമ്മൾ ഇട്ടത്. അവിടെ ഒഴിവാക്കണേ ആൾക്കല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പൊത ഇടുകയാണ്. പൊത ഇട്ടു മണ്ണ് കൂട്ടുകയാണ്. നമുക്കിത് ഏകദേശം അങ്ങോട്ടും നിൽക്കാം. നമ്മളിതാ വിട്ടു പോകാതെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കൂടുതൽ മണ്ണൊന്നും വേണ്ട. ഏകദേശം ഒരു ലേശം മണ്ണ് മതി. നമുക്കിതാ ഇതാണ് ഒരു ചേന നടുക. അപ്പോൾ ഇതുപോലെ ചേന നടാൻ വേണ്ടി ഒരുപാട് കൊണ്ട വെച്ചിട്ടുണ്ട്. അടുത്ത ചേനയാണിത്. കഷ്ണം വെട്ടി 3-4 കഷ്ണമാക്കിയതിൻ്റെ ഒരു കഷ്ണമാണ്. നല്ല മുള വന്ന അടിപൊളി സാധനമാണ്. അടുത്ത കുഴി ഇത് നമ്മുടെ എല്ലുപൊടി, നൈസായിട്ടുള്ള എല്ലുപൊടിയാണ്. നീ കണ്ടാൽ അറിയാം. ഇത് നല്ല അസല് ചാണകത്തിൻ്റെ പൊടിയാണ്. അടിപൊളി കറുത്ത ചാണകപ്പൊടി. പിന്നെതാ നമുക്കറിയാം ഇതുപോലെ തന്നെ ഒരുപാട് തടങ്ങൾ നമ്മളിത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചേന നടാൻ വേണ്ടി കൊണ്ടുവച്ചതാണ്. ചേന ഇതാ ഇവിടെ മുള വന്നതുണ്ട്, മുള വരാത്തതുണ്ട്. എല്ലാ തടങ്ങളും ഇപ്പോൾ റെഡിയാണ്. തടങ്ങളുണ്ട്. അതിന് വേണ്ടി നല്ല ചവേല ഇലയുണ്ട്. നിങ്ങൾക്ക് കാണാം. ചേന അങ്ങനെ തന്നെ ചെറിയ ചേന, അതേ രീതിയിലുള്ള ചേന. നമ്മൾ വലിയ ചേന കഷ്ണം വെട്ടി ചാണകം മുക്കി മുള വരാത്തതുണ്ട്, മുള വന്നതുണ്ട്. ഇതൊക്കെ ചെറിയ ചേന നമ്മൾ അങ്ങനെ തന്നെ നടും, കഷ്ണം വെട്ടാതെ. ഇതൊക്കെ കഷ്ണം വെട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചേന കൃഷിയുടെ എല്ലാ പരിപാടികളും. ഇനി നമുക്ക് ഈ ഒരു ചേനയുടെ കൃഷിയെക്കുറിച്ച് ഇനി എന്താണ് വീഡിയോ പിടിച്ച ആളുകളുണ്ട് കേട്ടോ.